മൂന്നാം വാരത്തിലേക്ക് കടന്നിട്ടും പ്രേക്ഷക പ്രീതിയോടെ തിയേറ്ററുകൾ നിറച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് റൈഫിൾ ക്ലബ്ബ്. കേരളത്തിൽ 150 തിയേറ്ററുകളിൽ തീപാറും ആക്ഷനുമായി എത്തിയ ചിത്രം രണ്ടാം വാരം 180ലേക്കും മൂന്നാം വാരം 191 തിയേറ്ററുകളിലേക്കും എത്തിയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിലെ ചരിത്ര പ്രസിദ്ധമായ ഒരു റൈഫിൾ ക്ലബിനെ മുൻനിർത്തിക്കൊണ്ട് 90കളുടെ ആദ്യത്തിൽ നടക്കുന്ന കഥയാണ് ചിത്രം. ഉഗ്രൻ വേട്ടക്കാരായ ഒരു പറ്റം മനുഷ്യരുടെ ഇടയിലേക്ക് ഗൺ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനും വേട്ടക്കാരുടെ ജീവിതം അടുത്തറിയാനുമായി റൊമാൻറ്റിക് ഹീറോ ഷാജഹാൻ എത്തുന്നതും തുടർന്നുള്ള അപ്രതീക്ഷിതമായ ചില സംഭവങ്ങളുമൊക്കെയായി സംഭവ ബഹുലമായാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസകളോടെ കുടുംബ പ്രേക്ഷകരുടെയും യുവജനങ്ങളുടെയും പ്രായഭേദമന്യേ ഏവരുടെയും പിന്തുണയോടെ നിറഞ്ഞ സദസ്സിലാണ് ചിത്രത്തിന്റെ പ്രദർശനം മൂന്നാം വാരവും തുടരുന്നത്. ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയ ദിലീഷ് നായർ, ശ്യാം പുഷ്കരൻ, ഷറഫു, സുഹാസ് എന്നിവരുടെ കൂട്ടുകെട്ട് ഈ അടുത്തിറങ്ങിയ മലയാള സിനിമകളിലെ ഒരു പിടി നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാക്കി റൈഫിൾ ക്ലബിനെ മാറ്റി. റൈഫിൾ ക്ലബിലൂടെ ഒരിക്കൽ കൂടി തന്നിലെ സംവിധായക മികവ് അരക്കിട്ട് ഉറപ്പിച്ചുകൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുകയാണ് ആഷിഖ് അബു എന്നാണ് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പറഞ്ഞിരിക്കുന്നത്. ആഷിഖ് അബു തന്നെയാണ് ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫറും. റെക്സ് വിജയന്റെ മ്യൂസിക്കും വി സാജന്റെ എഡിറ്റിംഗും സിനിമയുടെ ഹൈലൈറ്റായി. ചെറുത്തുനിൽപ്പിന്റെയും ഒത്തൊരുമയുടെയും തോക്കുകളുടെയും ഒക്കെ കഥയുമായി എത്തിയ റൈഫിൾ ക്ലബിന് പ്രേക്ഷകരേകിയത് ഗംഭീര വരവേൽപ്പാണ്. വിജയരാഘവനും ദിലീഷ് പോത്തനും വാണി വിശ്വനാഥും ദർശന രാജേന്ദ്രനും ഉണ്ണിമായ പ്രസാദും സുരഭി ലക്ഷ്മിയും സുരേഷ് കൃഷ്ണയും വിഷ്ണു അഗസ്ത്യയും എല്ലാം ശക്തമായ വേഷങ്ങളിലുണ്ട്. അതോടൊപ്പം അനുരാഗ് കശ്യപ്, ഹനുമാൻ കൈൻഡ്, സെന്ന ഹെഗ്ഡെ, റംസാൻ മുഹമ്മദ്, റാഫി, പ്രശാന്ത് മുരളി, നടേഷ് ഹെഗ്ഡെ, പൊന്നമ്മ ബാബു, രാമു, വൈശാഖ് ശങ്കർ, നിയാസ് മുസ്ലിയാർ, നവനി ദേവാനന്ദ് എന്നിവരാണ് ചിത്രത്തിലെ ശ്രദ്ധ നേടുന്ന മറ്റ് അഭിനേതാക്കൾ. റൈഫിൾ ക്ലബിലെ അംഗങ്ങളുടെ കൂട്ടായ്മയുടെയും ചെറുത്തുനിൽപ്പിന്റെയും ഒക്കെ കഥ പറയുന്ന സിനിമയിൽ സൗഹൃദം, സാഹോദര്യം അതൊക്കെ പ്രേക്ഷകർക്കും ആത്മാവിൽ തൊടും വിധത്തിൽ അനുഭവവേദ്യമാക്കുന്ന രീതിയിലാണ് മേക്കിംഗ്.